ദുബായ്ക്കാരിയുടെ നാട്ടിൻപുറത്തുകാരൻ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. പുതിയ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് ഐഷ പാടിയ പാട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അധ്യാപകർ പോലും അന്നായിരുന്നു അറിഞ്ഞത്. അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു പിന്നീട്. ഐഷു കലക്കിയല്ലോ. പരിപാടി കഴിഞ്ഞ ദിവസം വൈകിട്ട് മുരളിയോട് അടുത്തതേ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ കരുതി പേടിച്ചിട്ട് പാട്ട് പാതിയിൽ നിർത്തുന്നു. എന്തായാലും കൊള്ളാം. എനിക്കിപ്പോഴും പേടിയായിട്ടാ. എൻ്റെ ക്ലാസ്സിലെ നൗഷാദ് വീടിൻ്റെ അടുത്താ. അവനെങ്ങാനും പറഞ്ഞ് പറഞ്ഞ് തീർന്നു. എന്നെ തല്ലിക്കൊല്ലും. ആരൊന്നും അറിയില്ല, ഞാൻ നോക്കിക്കോളാം. ഇനിയും പറയണം. എന്നെ കൊണ്ട് പറ്റില്ല. ഇതെന്നെ ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ടാ. ശരി, എനിക്ക് വേണ്ടി മാത്രം പാടിത്തരാലോ. ആളൊന്ന് ആലോചിച്ചു, പിന്നെ തലകുലുക്കി. മുരളി സന്തോഷത്തോടെ നടന്നകലെന്ന് കണ്ടപ്പോൾ ആളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോത്സാഹനം കിട്ടുന്നത്. പാടാൻ ഒത്തിരി ഇഷ്ടമാണെങ്കിലും സ്വന്തം വീട്ടിൽ സംസാരിക്കാൻ പോലും അവൾക്ക് പേടിയായിരുന്നു. ജോലിയുടെ ടെൻഷനുകളുമായിരിക്കുന്ന വാപ്പയ്ക്ക് ആരെങ്കിലും ഉറക്കെ സംസാരിക്കുന്ന കേട്ടാ കലി കയറും. അസുഖബാധിതനായി ഭാര്യ മരിച്ചതിന് ശേഷം ഷാജഹാൻ തൊട്ടേനും പിടിച്ചവനൊക്കെ ദേഷ്യപ്പെടും. മൂത്ത 2 ആൺമക്കളും വിദേശത്തായതിനാൽ അയാളുടെ ഇര പലപ്പോഴും ആയിഷയായിരിക്കും. പക്ഷെ അവൾക്ക് വേണ്ടതല്ല അയാൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നൊന്നും അന്വേഷിക്കാറില്ല. അത്യാവശ്യ രാഷ്ട്രീയ പ്രവർത്തനമുള്ളതിനാൽ മിക്കപ്പോഴും അയാൾ വീട്ടിലുണ്ടാവാറില്ല. ഷാജഹാന്റെ ഉമ്മയാണ് ഐഷാക്ക് ആകെയുള്ള കൂട്ട്. അവളുടെ ചെറിയ ലോകത്തിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്ന് വെളിച്ചം പരത്തിയ മുരളിയോട് ആരാധനയേക്കാൾ പേരിട്ട് വിളിക്കാൻ അറിയാത്ത മറ്റേതോ ഇഷ്ടമുള്ളതായി അവൾക്ക് അറിയുകയായിരുന്നു. നാളുകൾ കഴിയുന്തോറും ആ ഇഷ്ടവും വളർന്നു. അവനടുത്ത് വരുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതും ശരീരത്തിൽ കുളിർമ പടരുന്നതുമെല്ലാം അതിന്റെ ലക്ഷണങ്ങളായിരുന്നു. കാലം പിന്നെയും കടന്നുപോയി. കോളേജ് പഠനം കഴിഞ്ഞുടനെ മുരളി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചു. കൂടിക്കാഴ്ചകൾ കുറഞ്ഞെങ്കിലും ഇടയ്ക്കെന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി അവൻ ഐഷയുടെ അടുത്തെത്തും. അവളുടെ പാട്ട് കേൾക്കും. ഐഷു, കോയമ്പത്തൂരിൽ അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്നൊരു ജോലി ശരിയായിട്ടുണ്ട്, ഒരിക്കൽ മുരളി പറഞ്ഞു. നെൽക്കതിരുകൾ തലയാട്ടി നിൽക്കുന്ന വയലിന്റെ കരയിലായിരുന്നു അവർ. സായാഹ്നത്തിന്റെ കാറ്റിൽ പിന്നോട്ടി നീങ്ങി അവളുടെ തട്ടം അവൻ നേരിട്ട് കൊടുത്തു. ഇവിടെ ഇങ്ങനെ കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇപ്പോഴുള്ള ജോലി കൊണ്ട് ഒരു ഉപകാരമില്ല. ചെലവുകൾ നടന്നു പോകാൻ തന്നെ നന്നേ പ്രയാസമാ. അപ്പൊ ഏട്ടൻ പോകാൻ തീരുമാനിച്ചോ? ഐഷ വിഷാദത്തോടെ ചോദിച്ചു. പോണം. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേച്ചിക്ക് വേണ്ടിയെങ്കിലും. അമ്മ ഭ്രാന്തിയായതിന്റെ പേരിലെ കല്യാണം പോലും മുടങ്ങിയ ചേച്ചിയുടെ. വേറൊരു ബന്ധത്തിന് കുടുംബക്കാർ നിർബന്ധിച്ചെങ്കിലും ചേച്ചി വഴങ്ങിയില്ല. ഇന്ന് അവരുടെ ആകെയുള്ള സന്തോഷം ഞാനാ. ഞാൻ നല്ല നിലയിലെത്തുന്ന കാണാൻ പ്രാർത്ഥനയും വഴിപാടായി കഴിയുന്ന ചേച്ചിക്ക് വേണ്ടി പോയേ പറ്റൂ. അപ്പൊ ഞാനോ? അവൻ ഐഷയെ നോക്കി. എന്താ? ചേച്ചിയെ മാത്രമേ മുന്നിലുള്ളൂ അല്ലേ? ഏട്ടന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന, ദിവസത്തിൽ ഒരിക്കലും കാണാൻ കൊതിക്കുന്ന എനിക്ക് ആ മനസ്സിലൊരു സ്ഥാനവുമില്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു മനുഷ്യജീവനെയാണെന്ന് തോന്നലുണ്ടായത് ഏട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം. പഠിച്ചൊക്കെ മതിയെന്ന് പറഞ്ഞ് ഉപ്പയുടെ കാല് പിടിച്ച് കരഞ്ഞ് സമ്മതിപ്പിച്ച് കോളേജിൽ പോകുന്നു. ഞാനൊരു ജോലിയൊക്കെ വാങ്ങുന്ന കാണുന്നത് ഏട്ടൻ പറഞ്ഞുകൊണ്ടാ. എന്നിട്ടും അവൾ കണ്ണുകൾ തുടച്ചു. ഞാൻ പോട്ടെ, വൈകി. ഐഷു, മുരളി സ്നേഹത്തോടെ വിളിച്ചു. അവൾ മിണ്ടിയില്ല. എടി ഐഷുമ്മ. എന്താ? അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞിരുന്നു. നിന്റെ മനസ്സിൽ എന്താണെന്ന് പണ്ടേ എനിക്കറിയാം. എനിക്കും അതുപോലെ തന്നെയാ. പക്ഷെ വെറുതെ ആശ വന്നിട്ട് കൊടുക്കുന്ന ഈ വേദനിക്കുന്ന കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാ എല്ലാം ഉള്ളിലൊതുക്കിയത്. മുരളി അവിടെ അരികിലേക്ക് നീങ്ങി നിന്നു. ഒന്നാമത് നിന്റെ വാപ്പയുടെ എന്റെയും പാർട്ടിക്കാർ തമ്മിൽ എന്നും വെട്ടുകുത്തുക. ഷാജഹാന്റെ മോളെ ഞാൻ പ്രേമിക്കുന്നതെന്നറിഞ്ഞ എന്നെ ആയിരിക്കില്ല, നിന്നെ അവർ ആദ്യം ഇല്ലാതാക്കുന്നത് എന്ന് വെച്ച് ഞാൻ ഉപേക്ഷിക്കുന്നില്ല കേട്ടോ. ഞാനൊന്ന് ചൂടുറപ്പിക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരും. ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും. സത്യം? ആളുടെ മിഴികൾ വിടർന്നു. മുരളി ആ കയ്യിൽ പിടിച്ചു. സത്യം. 8ാം ക്ലാസ്സിൽ നിന്ന് പേടിയോടെ എനിക്ക് പാട്ടുപാടി തന്ന ആ നിമിഷം മനസ്സിൽ കയറിക്കൂടിയതാ നീ. വിട്ടുകളാൻ എനിക്ക് പറ്റില്ല. ദുഷ്ടൻ. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആയിഷാവിന്റെ വയറ്റിലൊന്നുള്ളി. ഞാൻ കരുതി ഏട്ടൻ എന്നോട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. നീ എന്റെ പ്രാണനാ പെണ്ണേ. മുരളിയുടെ ആ വാക്കുകൾ അവിടെ ഹൃദയത്തിലേക്കാണ് ഒരു മഞ്ഞുമഴയായി പതിച്ചത്. കുറച്ചുനാൾ കാണാതിരിക്കേണ്ടി വരും, സങ്കടപ്പെടരുത്. എന്തായാലും നേരായ വഴിക്ക് നിന്റെ വാപ്പ എനിക്ക് അടിച്ചേരില്ല. അവിടെ താമസ സൗകര്യമൊക്കെ ശരിയാക്കി ഞാൻ വരും. ചേച്ചിയെ നിന്നെയും കൊണ്ടുപോകും. കുറച്ചുനാൾ മാറി നിന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തണുത്ത ശേഷം തിരിച്ചു വരാം, പോരെ? അതുവരെ ഏട്ടനെ കാണാൻ ഞാനിങ്ങനെ. വഴിയുണ്ട്. നിന്റെ ഇളയമ്മയുടെ മോൻ റിയാസിന്റെ കൂട്ടുകാരാണെന്ന് അറിയാലോ. ഞാൻ ഇടയ്ക്ക് കത്തെഴുതി അവന്റെ കൈ കൊടുത്തേക്കാം. നീ ആരും കാണാൻ വായിച്ച ശേഷം മറുപടി അവനെ ഏൽപ്പിച്ചാൽ മതി. റിയാസ്കാരോടെങ്കിലും പറഞ്ഞാലോ? ഇല്ല ഐഷു, നമുക്കവനെ വിശ്വസിക്കാം. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ആകെ അറിയാവുന്ന ഒരാൾ അവനാ. അവൾ തലയാട്ടി. എന്നാ പൊക്കോ. ഏട്ടാ സൂക്ഷിക്കണേ. ഏതോ നാടാ, അറിയാത്ത ആൾക്കാരും. തമിഴന്മാരുടെ ഭക്ഷണമൊക്കെ ഏട്ടന് പിടിച്ചെന്ന് വരില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീ നന്നായിട്ട് പഠിക്ക്, വെറുതെ വിഷമിച്ചിരിക്കരുത്. ഓരോ നിമിഷവും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളുണ്ടെന്ന ബോധം വേണം. മുരളി അവിടെ കവിളിലും തഴുകി തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ആയിഷയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞാൽ തന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു.
ആരെയും പേടിക്കാതെ അടിച്ചമർത്തലുകളില്ലാതെ ദൂരെ ഒരു നാട്ടിൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയുള്ള ജീവിതം. അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി. അവന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നു. നീ എൻ്റെ പ്രാണനാണ് പെണ്ണേ. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടുകയായിരുന്നു ഇത്രയും നാൾ. പക്ഷേ ഇന്നവൻ തന്നോട് പറഞ്ഞിരിക്കുന്നു, ഈ ദിവസം മരണം വരെ മറക്കാൻ കഴിയില്ല. പക്ഷെ അവരറിഞ്ഞില്ല അതാണ് അവർ പരസ്പരം കാണുന്ന അവസാന ദിവസമെന്ന്. കോയമ്പത്തൂരിലെത്തിയത് മുതൽ മാസത്തിൽ 2-3 തവണ മുരളിയുടെ കത്തുകൾ റിയാസ് അവൾക്ക് എത്തിച്ചു കൊടുത്തു. തന്റെ പരാതിയും പരിഭവവും സ്നേഹവും ആദ്യമെല്ലാം അവളും അക്ഷരങ്ങളിലൂടെ അവൻ അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം ഷാജാന എഴുത്ത് കണ്ടുപിടിച്ചു. എന്നാൽ അവളോട് അയാളൊന്നും ചോദിച്ചില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. റിയാസിന്റെ അഡ്രസ്സിലേക്ക് അയക്കുന്ന കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോൾ മുരളിക്ക് അപകടമണത്താണ്. അവന്റെ വീട്ടിലെ നമ്പറിൽ ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും അങ്ങേ തലക്കൽ മുരളിയാണെന്ന് മനസ്സിലായതോടെ ആരോ കട്ട് ചെയ്തു. പിന്നീട് പലതവണ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. ആയിഷയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും കമ്പനി അനുവദിച്ചുമില്ല. ഒടുക്കം 1.5 മാസത്തിന് ശേഷം ഓഫീസ് ഫോണിലേക്ക് റിയാസിന്റെ കോൾ വന്നു. മുരളി, ഇത് ഞാനാടാ, റിയാസ്. നീ എവിടെയായിരുന്നടാ? എത്ര തവണ നിന്നെ വിളിച്ചു? എന്താ അവിടെ നടക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. മുരളി, നീ സമാധാനത്തോടെ ഞാൻ പറയുന്നത് കേൾക്കണം. റിയാസ്, നീ കാര്യം പറ. ഐഷ കുഴപ്പമൊന്നുമില്ലല്ലോ? എടാ, നിന്റെ കത്ത് മാമ പിടിച്ചു. എന്നിട്ട് ആകെ പ്രശ്നമായി. എനിക്ക് വീട്ടിൽ നിന്ന് പൊതിരെ തല്ലി കിട്ടി. എടാ ഐഷ, അവളോ? മുരളി, അവിടെ നിൽക്കാതെ കഴിഞ്ഞു. അവന്റെ ശബ്ദം വളരെ ദൂരത്ത് നിന്ന പോലെയാണ് മുരളി കേട്ടത്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഇക്കമാരും വാപ്പയും കുടുംബക്കാരെല്ലാം ചുറ്റും കൂടി കൊത്തി വലിച്ചു. അവരുടെ ഭീഷണിക്ക് വഴങ്ങാതിരുന്ന ഐഷയോട് നിന്നെയും നിന്റെ ചേച്ചിയും കൊല്ലുമെന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ അവൾ കഴിഞ്ഞില്ലടാ. ചെറിയൊരു ചടങ്ങിലൊതുക്കി വേറെ ആൾക്ക് അവളെ കെട്ടിച്ചു കൊടുത്തു. മുരളിയൊന്നും മിണ്ടിയില്ല. ഇത് ദുസ്വപ്നമാവണേ എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. മുരളി, അത് കഴിഞ്ഞു, വിട്ടേക്ക്. അവൾ ഇതൊരു ഭാര്യയാണ്. മാമയുടെ നിലക്കും വിലക്കും ചേർന്നൊരു ബന്ധം. കുറച്ചുനാൾ സങ്കടം ഉണ്ടാവും, പിന്നെ പൊരുത്തപ്പെടും. അതാണല്ലോ ജീവിതം. നീ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട. ആഡംബരായി നടത്തേണ്ടിയിരുന്ന മോളുടെ നിക്കാഹ് ഇങ്ങനെ നടത്തിയത് നീ കാരണമാണെന്നാ മാമ പറയുന്നു. ആ ഒരു പക നിന്നോടുണ്ടാവും. എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ. മറുപടി ഉണ്ടായില്ല. ഹലോ മുരളി, കേൾക്കുന്നില്ലേ? കോള് കട്ടായി കഴിഞ്ഞിരുന്നു. പിന്നെ റിയാസ് വിളിച്ചപ്പോഴൊന്നും മുരളിയെ കിട്ടിയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം ആരെ അറിയിക്കാൻ നാട്ടിൽ വന്ന മുരളി ചേച്ചിയും കൊണ്ട് എങ്ങോട്ടോ പോയി. നിനക്കാ ഭ്രാന്തിയുടെ മോനെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റണില്ലല്ലേ? കെട്ടിച്ചു വിട്ടാലെങ്കിലും നന്നാവൂന്ന് കരുതി എവിടെ കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായ ജന്തു. ഷാജാൻ ഗർജിച്ചു. ആയിഷ നിർവികാരതയോടെ അയാളെ നോക്കി നിന്നു. ഞാൻ മാത്രല്ല, അന്റെ 2 ഇക്കമാര് ഏതോ മരുഭൂമി കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയോണ്ടാ അവര് ചോദിച്ച പണവും സ്വർണം കൊടുത്ത് തന്നെ നിക്കായത് വിട്ട്. എന്നിട്ട് എന്തായി? കൊല്ലം 5 കഴിഞ്ഞില്ല. ഭർത്താവിന്റെ പേരിൽ കേസ് കൊടുത്ത് ഇറക്കി വന്നേക്കണ്. മര്യാദക്ക് പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതിയും പിൻവലിച്ച് അങ്ങോട്ട് തിരിച്ചു പോയിക്കോ. ഈ പ്രായത്തിൽ എന്നെ തല്ലുന്ന എനിക്ക് നാണക്കേടാ. ആയിഷ പുഞ്ചിരിച്ചു. പിന്നെ കഴുത്തിൽ ചുറ്റിയ തട്ടം മാറ്റി. വെളുത്ത ശരീരത്തിൽ രക്തം കട്ട പിടിച്ചതിന്റെ പാട് വ്യക്തമായി കാണാമായിരുന്നു. ഇത് ഭർത്താവ് ചെയ്തല്ല, അയാളുടെ വാപ്പ ചെയ്ത. ഞാൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ? കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ വിറ്റൊളിച്ച മകനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞേന്. പിന്നെ വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണനെങ്കിൽ എനിക്ക് തരണമെന്ന് പറഞ്ഞേന്. അവൾ തട്ടം തിരികെ ഇട്ടു. രാത്രികാലങ്ങൾ മദ്യപിച്ചെന്ന് എൻ്റെ ഭർത്താവ് സമ്മാനിച്ച ഇതുപോലുള്ള നിരവധി പാടുകൾ എൻ്റെ ശരീരത്തിലുണ്ട്. വാപ്പ കാണിച്ചു തരാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാ. എൻ്റെ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ. അവളുടെ ശബ്ദമൊന്ന് ഇടറി. ആ വീടും ഇതും തമ്മിൽ പെയിന്റിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു പാവം സ്ത്രീ അവിടെയും കഴിയുന്നുണ്ട്. ആ ഉമ്മയെ പറഞ്ഞ് ഇനി ഇവിടുന്ന് എൻ്റെ ശവം കാണാനുള്ള ഗതികേടുണ്ടാവുന്നു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാനും. ഭർത്താവിൻ്റെ ഉമ്മാക്കുള്ള അലി പോലും എൻ്റെ വാപ്പാക്കില്ലല്ലോ. ആ, ഒരു കുടുംബാകുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഷാജാൻ തന്റെ സ്വരം മയപ്പെടുത്തി. ഞാൻ അവരോട് സംസാരിച്ചോളാം. ഇനി ഇങ്ങനൊന്നും ഉണ്ടായിരുന്നാ പോരെ. നീ തിരിച്ചു പോയിക്കോ. ഇല്ലെങ്കിൽ കുടുംബക്കാരുടെയും പാർട്ടിക്കാരുടെയും മുമ്പിൽ തലയുയർത്താൻ എനിക്ക് കഴിയില്ല. ആയിഷ പുച്ഛത്തോടെ ചിരിച്ചു. ഈ കഴിഞ്ഞ 5 വർഷം വാപ്പി ഇത് തന്നെയാ പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? സ്ത്രീകളെ സംരക്ഷിക്കണം എന്നൊക്കെ മൈക്കിലൂടെ പ്രസംഗിക്കുന്ന ഒരാൾക്ക് സ്വന്തം മോളെ സംരക്ഷിക്കാൻ കഴിവില്ല അല്ലേ? ആയിഷ! ഷാജാൻ അലറിക്കൊണ്ട് കയ്യോങ്ങിയിട്ടും അവൾ പുഞ്ചിരിയോടെ നിന്നേയുള്ളൂ. എന്തേ, തല്ലുന്നില്ലേ? വാപ്പ തല്ലിയാലൊന്നും എനിക്ക് വേദനിക്കില്ല. ദിവസം അടിയും ചവിട്ടൊക്കെ കൊണ്ട് ശരീരവും മനസ്സും മരവിച്ചു. ആരെ കണ്ടിട്ടാടി എൻ്റെ ഈ അഹങ്കാരം? ആ ഭ്രാന്തിയുടെ മോനെയോ? ഓന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ നാടകമെങ്കിൽ അന്നയും കൊല്ലി ഓനെയും കൊല്ലും ഞാൻ. ആഗ്രഹമൊക്കെ പോയി വാപ്പ. മുരളിയേട്ടനത്തിലേക്ക് വെറുതെ വലിച്ചിട്ടുണ്ട്. അതേ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴി വിവാഹം കഴിച്ചു. ഇനി അഥവാ ഏട്ടൻ ഒറ്റക്കാണെങ്കിലും ആ ജീവിതത്തിലേക്ക് ഞാൻ കയറി ചെല്ലില്ല. അതിനുള്ള അർഹതയില്ലെന്നാണ് സത്യം. നിങ്ങളൊക്കെ ചേർന്ന് എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി. ഇനി ലക്ഷ്യം സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്നാ. ആ, ഇജി ഇപ്പൊ പറഞ്ഞ് ഈ തറവാട്ടിൽ നടക്കില്ല. വേണ്ട, ഉമ്മൂമ്മേന്റെ പേരിൽ എഴുതി വെച്ചൊരു കൊച്ചു വീടും കുറച്ച് സ്ഥലമുണ്ടല്ലോ. ഭർത്താവും വീട്ടുകാർ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും അത് എഴുതി കൊടുക്കാൻ ഞാൻ നന്നായി. ഞാൻ അവിടെ താമസിച്ചോളാം. അങ്ങനെ തന്നിഷ്ടത്തിന് ജീവിക്കാരന്റെ വീടും എനിക്ക് തോന്നുന്നുണ്ടോ? ഷാജാൻ മുരണ്ട്. ഞാൻ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല ഐഷ.
ഇല്ലെങ്കിൽ ഉപ്പാക്ക് എന്നെ കൊല്ലേണ്ടി വരും. ഞാനിപ്പോൾ അതിനും തയ്യാറാണ്. നിങ്ങളുടെ ആരെയും സഹായത്തിന് വേണ്ടിയല്ല ഇങ്ങോട്ട് വന്ന്. എനിക്ക് വിലപ്പെട്ട ചില സാധനങ്ങൾ എടുക്കാനാ. പേടിക്കണ്ട, സ്വർണവും പണം എന്നല്ല, കുറച്ച് നല്ല ഓർമ്മകളാ. ആൾ കയ്യിലെ പ്ലാസ്റ്റിക് അവർ ഉയർത്തി കാട്ടി. ശല്യപ്പെടുത്തരുതെന്ന അപേക്ഷയുണ്ട്. ആയിഷ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ഉമ്മയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച മാലവിറ്റ കാശുമായി അവൾ ട്രെയിൻ കയറി. ഒരു പെണ്ണിന് ഒറ്റക്കാവുമ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും അവൾ അനുഭവിച്ചു. സഹായിക്കാമെന്ന് പറഞ്ഞ് അടുക്കാൻ ശ്രമിച്ചവരുടെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള പക്വതയിൽ അവൾ കൈവരിച്ചിരുന്നു. 5 വർഷത്തെ യാതനകൾ അവളെ കാരിരുമ്പിനേക്കാൾ ശക്തിയാക്കി. റിയാസിന്റെ സഹായം കൊണ്ട് ആദ്യം ചെറിയൊരു ജോലി, അതോടൊപ്പം പഠനവും തുടർന്നു. ഒടുവിൽ ഉമ്മയുടെ നാട്ടിലെ LP സ്കൂൾ ടീച്ചറായി. ആ കൊച്ചു വീട്ടിൽ അവൾ സുരക്ഷിതയായിരുന്നു. ബഹുമാനത്തോടെ മാത്രം പെരുമാറുന്ന നാട്ടുകാരും അയൽവാസികളും. ജീവിതം ഒരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കവെയാണ് റിയാസ് അവളെ കാണാനെത്തിയത്. ആ ഇക്കയോ, എപ്പോഴാ നാട്ടിൽ വന്ന്? 3-4 ദിവസമായി. ആളാകെ മാറിയല്ലോ, വാ കേറിയിരിക്കെ. അവൾ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അവൻ കയ്യിലേക്ക് അവർ അവൾക്ക് നൽകി. ഗൾഫുകാർക്ക് ഈ കുടവേറെ ഒഴിച്ചുവിടാൻ പറ്റാത്തതാണോ? റിയാസ് ചിരിച്ചുകൊണ്ട് കസേരയിലിരുന്നു. നീയും മാറി, ഇപ്പൊ തനി ടീച്ചർ തന്നെ. എങ്ങനെയുണ്ട് തനിച്ചുള്ള ജീവിതം? ഹാപ്പി. ആരും അന്വേഷിച്ചു വന്നില്ലേ? പിന്നെ വരാതെ ആദ്യ ബന്ധുക്കൾ അനുനയിപ്പിക്കാൻ വന്നു. പിന്നെ ഭീഷണിയായി. ശല്യം കൂടിയപ്പോൾ ഈ നാട്ടുകാർ ഇടപെട്ടു. ഇപ്പം ആരും വരാറില്ല. മയ്യത്ത് പോലും എന്നെ കാണിക്കരുത് മുമ്പ് പറഞ്ഞതായി അറിഞ്ഞു. ക്ഷമിക്കടി, നിനക്ക് വേണ്ടി ഒന്നും ചെയ്തത് എന്നെ കൊണ്ട് പറ്റിയില്ല. ഇടയ്ക്കൊന്നും വിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഓരോ പ്രശ്നങ്ങൾ അതിൻ്റെ പുറകെയായിരുന്നു. എല്ലാം തീർന്ന് നാട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് എനിക്കും പഠിച്ചവനും മാത്രമേ അറിയൂ. സാരില്ലേക്ക, അത് വിട്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഒന്ന് വേറെ കാര്യം പറയാനാ. അവൾ ചോദ്യപാത്രത്തിൽ റിയാസിനെ നോക്കി. അത് നമ്മുടെ മുരളി. ആ പേര് കേട്ടപ്പോൾ ഐഷയൊന്ന് ഞെട്ടി. എന്തു പറ്റി? അവൻ പോയടി. ഷോക്ക് ഏറ്റതുപോലെ അവൾ പിടഞ്ഞു. എന്താ? ഒരാഴ്ചയായി അറ്റാക്കായിരുന്നു. ഞാനും നാട്ടിലെത്തിയിട്ട് വീടറിഞ്ഞ്. 8ാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ഒരു 10ാം ക്ലാസ്സുകാരന്റെ രൂപം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. കണ്ണുകളിൽ അലിവും സ്നേഹവും മാത്രമുള്ള ഒരാൾ. തന്റെ പാട്ടുകൾ അത്രമേൽ ആസ്വദിച്ച് കേൾക്കുന്ന, തന്റെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരാൾ. അവസാനം കണ്ട ദിവസം കവളിൽ തലോടിയപ്പോൾ അനുഭവിച്ച അവന്റെ ഉള്ളം കൈയിലെ ഇളം ചൂട്. ആയിഷ തളർച്ചയോടെ റിയാസിന്റെ അടുത്തിരുന്നു. കല്യാണത്തിന് ശേഷം കോയമ്പത്തൂരിലെ ജോലിയൊക്കെ മതിയാക്കി അവൻ നാട്ടിൽ സ്ഥിരതാമസാക്കിയതാ. ആ പെണ്ണ് അവന് സ്വൈര്യം കൊടുക്കാറില്ലെന്ന നാട്ടുകാർ പറയുന്നു. അവന്റെ ചേച്ചി അവൾ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. മനസ്സമാധാനമില്ലാതെ അവൻ കള്ളുടിയും തുടങ്ങി. ഭാര്യ ഗർഭിണിയായപ്പോൾ എല്ലാം നേരെയെന്ന് ആശ്വസിച്ചതാ. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കട്ടക്കമ്പനി ജോലിക്ക് പോകും. അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോഴും ആ പിശാശ് പഴയ പോലെ തന്നെ. എന്നിട്ട് അവൻ പിടിച്ചു നിന്നു. അവൻ്റെ മോന് 2 വയസ്സാവറായി. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആയിഷ ശില പോലെ ഇരിക്കുകയാണ്, പക്ഷെ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. റിയാസ് അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഇത് നിന്നെ അറിയിക്കണം തോന്നി. ഒരുമിച്ച് ജീവിക്കാൻ ഒത്തിരി കൊതിച്ചാണ് നിങ്ങൾ. എന്നാൽ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിരിഞ്ഞ ശേഷം നല്ലൊരു ജീവിതം രണ്ടുപേർക്കും കിട്ടിയിട്ടുമില്ല. പണ്ടൊരിക്കൽ കണ്ടപ്പോൾ അവൻ എന്നോട് ചോദിച്ചിരുന്നു, നിനക്ക് സുഖമാണോ എന്ന്. ഞാനതേന്ന് കള്ളം പറഞ്ഞു. നീ ദുരിതാനുഭവിക്കുകയാണെന്നറിഞ്ഞാൽ അവൻ വേദനിക്കും. അത് നന്നായിക്ക. ആയിഷ പുറംകൈയാൽ കണ്ണീര് തുടച്ചു. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. മരിക്കുന്ന നിമിഷം വരെ ഞാൻ ഹാപ്പിയാണെന്ന് വിശ്വസിച്ചല്ലോ, അത് മതി. ആ വീട്ടിൽ മൗനം കനത്തു. കുറെ നേരത്തിന് ശേഷം റിയാസ് എഴുന്നേറ്റു. ഞാൻ പോട്ടെ, കുറച്ച് ചങ്ങായിമാർ വന്നുവിട്ട സാധനങ്ങളുണ്ട്. ഇതൊക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഇക്കാ കഴിക്കാനും തന്നില്ലല്ലോ. സാറില്ല, തിരിച്ചു പോകും മുമ്പ് ഞാൻ വരാം. ഇപ്പൊ നിന്റെ മനസ്സ് ശരിയില്ലെന്നറിയാം. റെസ്റ്റ് എടുക്ക്. അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഏറെ നേരം അവിടെ തന്നെ ഇരുന്ന ശേഷം ഐഷ ഡോറടിച്ച് മുറിയിലേക്ക് ചെന്നു. പിന്നെ അലമാര തുറന്നൊരു പ്ലാസ്റ്റിക് കവർ എടുത്തു. അതിൽ കുറച്ച് കുപ്പിവളകൾ ഉണ്ടായിരുന്നു. പണ്ടൊരിക്കൽ മുരളി വാങ്ങിക്കൊടുത്ത്. പിന്നെ പഴക്കം കൊണ്ട് നിറം മങ്ങിയ ഒരു റീപ്പൺ. കോളേജ് ഇലക്ഷൻ ജയിച്ചുള്ള ആഹ്ലാദ പ്രകടനത്തിൽ മുരളി തലയിൽ കിട്ടിയത് ചോദിച്ചു വാങ്ങിയതാണ്. ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചത്. നിക്കാഹ് കഴിഞ്ഞ് പോകും മുമ്പ് അതൊരു കവറിലിട്ട് ഉമ്മ കിടന്നിരുന്ന മുറിയിൽ ഉപേക്ഷിച്ചു. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ വീട്ടിൽ പിന്നെ അവസാനമായി പോയത്. ആയിഷ ആ വളകൾ അണിയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവൾ ആ റിബൺ ചുണ്ടോട് ചേർത്തു. ഒരിക്കൽ പ്രാണനായിരുന്നവൻ ജീവനോടെ സമാധാനത്തോടെ ഏതോ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന ആശ്വാസമായിരുന്നു ഇന്നുവരെ. പക്ഷേ ഇനി അയാളില്ല. ഐഷു എന്ന സ്നേഹത്തോടെയുള്ള വിളി ഒരിക്കലും കേൾക്കില്ല. ജീവിതത്തിൽ തോറ്റവനായിട്ട് തന്നെ ഏട്ടൻ അവസാനിച്ചു. അവൾ ബെഡിലേക്ക് വീണ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. കാർ ആടിയുളഞ്ഞപ്പോൾ ഐഷ കണ്ണു തുറന്നു നോക്കി. റോഡ് അവസാനിച്ചിരിക്കുന്നു. മുന്നോട്ടൊരു ചെറിയ വഴി മാത്രം. അതിന്റെ അങ്ങേ തലക്കിലൊരു പഴയ വീട് കാണാം. ഐഷ, ഈ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് റിയാസ് തിരിഞ്ഞോക്കി ചോദിച്ചു. ചെയ്തത് തെറ്റാണെന്ന് പിന്നീട് ചിന്തിക്കരുത്. ഇല്ലേക്ക, ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. അവളുടെ മറുപടി ഉറച്ചതായിരുന്നു. ശരി, വാ. അയാൾ പുറത്തിറങ്ങി. പിന്നാലെ അവളും. ഒറ്റയടി പാതയിലൂടെ നടക്കുമ്പോൾ ഐഷയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഏട്ടന്റെ വീട്ടിലേക്കുള്ള യാത്ര, അതും അദ്ദേഹത്തിന്റെ മകനെ കാണാൻ. മുരളിയുടെ മരണശേഷം ഭാര്യ സുജ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതും അവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടമെല്ലാം ഐഷ അറിഞ്ഞിരുന്നു.
മുരളിയുടെ ചേച്ചിയുടെ സംരക്ഷണത്തിൽ കുഞ്ഞി കഴിയുന്നതിനാലാണ് ഇത്രയും കാലം ഒന്നും കാണാൻ വരാതിരുന്നത്. പക്ഷെ 2 ആഴ്ച മുമ്പ് ചേച്ചി മരണപ്പെട്ടതും കുഞ്ഞു നാട്ടുകാരുടെ കാരണത്തിലാണ് കഴിയുന്നതെന്നും റിയാസിന്റെ ഒരു കൂട്ടുകാരൻ വഴി അറിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കമില്ലാതായി. ഒത്തിരി നിർബന്ധിച്ചാണ് റിയാസ് കൂടെ വരാൻ വഴങ്ങിയത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ പഴയൊരു വീടായിരുന്നു അത്. ഉമ്രപ്പടിയിൽ എല്ലും തോലുമായ ഒരു 10 വയസ്സുകാരൻ ഇരിക്കുന്നുണ്ട്. മുറ്റത്തേക്ക് കടന്നു വന്ന അപരിചിതരെ കണ്ടപ്പോൾ അവൻ പേടിയോടെ എഴുന്നേറ്റ് അകത്തേക്ക് ഓടാൻ ഭാവിച്ചു. മോനെ പോവല്ലേ, ഞങ്ങൾ മോനെ കാണാൻ വന്ന. ആയിഷയുടെ ശബ്ദം അവനെ പിടിച്ചു നിർത്തി. അവൾ പതിയെ കുട്ടിയുടെ അടുത്ത് നിന്ന് അവനെ മടിയിലിരുത്തി. എന്താ മോന്റെ പേര്? അഖിൽ. വലിയമ്മ അക്കൂന്ന് വിളിക്കും. അവൻ മുഖത്തോക്കാതെ പറഞ്ഞു. എത്രയിലാ മോൻ പഠിക്കുന്നേ? 5-ല്. മോനിവിടെ ഒറ്റക്കാണോ താമസം? അല്ല, രാത്രി ജാനമ്മ വരും. അതാരാ? അപ്പുറത്തെ വീട്ടിലെ. അവൻ കൈ ചൂണ്ടിയെടുത്തൊരു കുടിലുണ്ടായിരുന്നു. റിയാസ് അങ്ങോട്ട് നടന്നു. മോൻ ആന്റി അറിയോ? അവനില്ലെന്ന് തലയാട്ടി. ഞാൻ മോന്റെ അച്ഛന്റെ കൂട്ടുകാരിയാ. ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നീക്ക് അച്ഛനെ തന്നെ ഓർമ്മയില്ല. ആ വാക്കുകളിലെ വേദന ആയിഷ തിരിച്ചറിഞ്ഞു. അവൾ പതിയെ അവന്റെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്നു. മോൻ ആന്റിയുടെ കൂടെ വരുന്നു. കുട്ടി അവളെ നോക്കി. വന്ന ആന്റി മോന് ഒത്തിരി കളിപ്പാട്ടം വാങ്ങിത്തരാം, കുപ്പായം വാങ്ങിത്തരാം, നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. ആന്റിക്ക് മോനെ പോലെ വേറെ ആരുമില്ല. നീക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിത്തരൂ ആന്റി? അവന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. എന്നും ജാനമ്മ എന്തെങ്കിലും കൊണ്ടുതരും. ജാനമ്മക്ക് വയ്യാണ്ട് കിടക്കുന്നോണ്ട് ഇന്നൊന്നും കിട്ടിയില്ല. ഇന്നലെ രാത്രി ഇച്ചിരി കഞ്ഞി കുടിച്ചതാ. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷക്ക് ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി. പടച്ചോനെ, തൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്നു. അവൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വിങ്ങിപ്പൊട്ടി. വാങ്ങിത്തരാം മോനെ, മോന് വേണ്ടൊക്കെ ഞാൻ വാങ്ങിത്തരാം. ഗദ്ഗതത്തോടെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റിയാസ് തിരിച്ചെത്തി. ഒരു പാവ അമ്മൂമ്മ ആയിഷ. അത് ഇത്രയും ദിവസം അവരെ കൊണ്ട് കഴിയുന്ന പോലെ അവനെ നോക്കി. അതിന് തന്നെ മരുമോൾ ഇന്ന് വഴക്ക് പറയും. പക്ഷെ ഇന്ന് അവർക്ക് തീരെ വയ്യ. ഇവന്റെ കാര്യം ആലോചിച്ച് കരയുമ്പോഴേ ഞാൻ ചെന്നു. ഞാനിവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു വയ്ക്ക. അവർക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്തെങ്കിലും കൊടുക്കേണ്ടേ അവർക്ക്? ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദിവസം വരെ നോക്കിയതല്ലേ. കൊടുത്തതാ, പക്ഷെ വാങ്ങാൻ കൂട്ടാക്കിയില്ല. ചെയ്തതിന് ദൈവം കൂലിയെന്നുള്ളതെന്ന് അവർ പറയുന്നു. പിന്നെ ആകാശം മരുമോൾ കൊടുത്തു. ഈ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നതിന് വഴക്കിട്ടിരുന്നവള് ഒരു ഉളുപ്പില്ലാതെ വാങ്ങി. എന്തൊക്കെ മനുഷ്യരല്ലേ. റിയാസ് ചിരിച്ചു. പിന്നെ അഖിലിനെ നോക്കി. ആന്റി ഇഷ്ടപ്പെട്ടോടാ? അവൻ മടിയോടെ തലയാട്ടി. പോയിക്ക, ഏതെങ്കിലും ഹോട്ടലിന് മുമ്പിൽ നിർത്തണം. കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. എന്നാ വാ, ഇവനെന്തെങ്കിലും എടുക്കാനുണ്ടോ? ഒന്നും വേണ്ട, ഇനിയെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തോളാം. അവൾ എഴുന്നേറ്റ് അഖിലിന്റെ കൈ പിടിച്ചു. ഞാൻ ആന്റി എന്താ വിളിക്കണ്ടേ? വയറു നിറയെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ച് അഖിൽ ആയിഷയോട് ചോദിച്ചു. അമ്മയെന്ന് വിളിച്ചോ? പെട്ടെന്ന് അവന്റെ മുഖം മാറി. വേണ്ട. അതെന്താ? എന്നെ കൊല്ലാൻ നോക്കിയാളാ അമ്മ. അതും പറഞ്ഞ് സ്കൂളിൽ കുട്ടികൾ കളിയാക്കും. സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തവരല്ലേടാ നീ എന്നും പറഞ്ഞ്. ആ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ ഐഷക്ക് സഹിച്ചില്ല. അവൾ അവന്റെ കവിളിൽ ഒരു മുത്തം വെച്ചു. മോൻ അന്നോർത്തിനി വിഷമിക്കണ്ട. ആരും കളിയാക്കാത്ത ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്നെ എന്ത് വിളിക്കുമെന്ന് മോന് തന്നെ തീരുമാനിച്ചു. അവൾ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ അവളുടെ തലയിൽ തട്ടെന്ന് നോക്കി. എന്റെ ക്ലാസ്സിൽ ഷെഫീക്ക് വിളിക്കുമ്പോൾ വിളിച്ചോട്ടെ. എന്ത്? ഉമ്മാന്ന്. ആയിഷാക്ക് കുളിര് കോരി. അവൾ അവന് മടിയിലേക്ക് ചായച്ച് കിടത്തി മുടിയിലൂടെ വിരലോടിച്ചു. വിളിച്ചോ, ഞാൻ എൻ്റെ അക്കൂട്ടൻ്റെ ഉമ്മ തന്നെയാ. അവളുടെ ആനന്ദ കണ്ണീർ അഖിലിന്റെ ശിരസിൽ ഇറ്റു വീണുകൊണ്ടിരുന്നു. 5 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും തളിരണിയാത്ത ഗർഭപാത്രത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് വന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അതെ, ഇതെന്റെ മോൻ തന്നെയാണ്. പണ്ടൊത്തിരി സ്വപ്നം കണ്ട പോലെ എന്റെയും ഏട്ടന്റെയും മോൻ. അവൾ മന്ത്രിച്ചു. ഗ്ലാസിലൂടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന റിയാസിന്റെ ഈ കണ്ണുകൾ നിറഞ്ഞു. മുരളിയുടെ മകൻ അവൻ സ്നേഹിച്ച പെണ്ണിന്റെ മടിയിൽ കിടക്കുന്നു. ഇനി ഈ കുട്ടി അനാഥനല്ല, ഐഷ ടീച്ചറുടെ മകനാണ്. അയാൾ സന്തോഷത്തോടെ കാറിന്റെ വേഗം വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഐഷ ടീച്ചറുടെ മോനായത്. കഥ തീർന്നു, മതിയോ? അഖിൽ ചോദിച്ചു. ഫാമിലെ കുളക്കരയിലിരിക്കായിരുന്നു അവനും ശരണിയും. സമയം രാത്രി 8:30 മണിയായി. അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ആദ്യ ദിവസമാണ്. സജീവന് ഹേമി ഉത്സവ കമ്മിറ്റിയിലുള്ളതിനാൽ അവർ തിരക്കിലായതുകൊണ്ട് ശരണിയെ ആയിഷയെ ഏൽപ്പിച്ച് അവർ ഉച്ചയ്ക്ക് തന്നെ അമ്പലത്തിലേക്ക് പോയിരുന്നു. അത്താഴം കഴിക്കുന്ന സമയത്താണ് അഖിൽ എത്തിയത്. അമ്പലത്തിലൊക്കെ ഇറങ്ങിയവർ ആയിഷ അവനോട് പറഞ്ഞു. ആദ്യത്തെ ദിവസമായതിനാൽ അവിടെ കാര്യമായ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം നടന്നപ്പോൾ തന്നെ ശരണിക്ക് ബോറടിച്ചു. അങ്ങനെയാണ് ഫാമിലേക്ക് വന്നത്. രാത്രിയിൽ 3-4 ജോലിക്കാരവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ചുറ്റി നടന്ന ശേഷം കുളക്കരയിലെത്തിയപ്പോഴാണ് ശരണ്യ അവനോട് പഴയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്ത്, താൻ ഉറങ്ങിപ്പോയോ? അതിന് മറുപടി കിട്ടാതായപ്പോൾ ശരണ്യയുടെ നേരെ തിരിഞ്ഞ് അഖിൽ അമ്പരന്ന് പോയി. അരണ്ട വെളിച്ചത്തിൽ അവിടെ മിഴിനീർ തിളങ്ങുന്നു. എന്തുപറ്റി? എന്തിനാ കറിയുന്നത്? ഏയ് ഒന്നുമില്ല. എന്റെ ശോകത കേട്ടിട്ടാണ്. സോറി, സഹതാപം എനിക്ക് ഇഷ്ടേ അല്ല. തേങ്ങ, ഞാൻ ഉമ്മയെക്കുറിച്ച് ഓർത്ത കരഞ്ഞ്. ഷീസ് എ ജെം. അപ്പൊ ഞാനും എന്റെ പാവശനും പുറത്ത്. തന്നോടൊക്കെ കഥ പറയുമെന്ന് എന്നെ ചവിട്ടണം. അത് പോട്ടെ, ഇനി എന്താ പരിപാടി? സജീവനെ ഏൽപ്പിച്ച് പുലർച്ചയായാലും വരും. ഉമ്മ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും.
തനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടാം. ഏയ് ഇല്ല, വേറെന്തെങ്കിലും എന്റർടൈൻമെന്റ് ഇവിടെ ഉണ്ടോ? വെള്ളി ഡാൻസ് ഇറങ്ങുന്ന സ്ഥലം ഉണ്ടാ മലമുകളിൽ പോണോ? അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. എടോ, ഈ നാട്ടിൻപുറത്ത് ഉത്സവങ്ങൾ, പള്ളി പെരുന്നാള് ഇതൊക്കെ ഉള്ളപ്പോ മാത്ര രാത്രി ആളുകൾ പുറത്തിറങ്ങുന്നത്. താൻ പടങ്ങണ്ട, ഒരു നേരം പോക്കുണ്ട്. എന്താ? വെള്ളോടി താല്പര്യമുണ്ടോ? അയ്യേ ചി, ഞാനോ? എന്തൊരു അഭിനയം! മദ്യത്തിന്റെ മണം പോലും അറിയാത്ത കുണുവാവ. ദുബായ് കറാമയിലെ ബാറിൽ പോയി താൻ കുടിക്കുന്ന കട്ടൻ ചായ ആയിരിക്കും അല്ലേ? തന്നോട് ഇതാരാ പറഞ്ഞേ? മാമനായിരിക്കും. എങ്ങി വരട്ടെ, തീർത്തു കൊടുക്കാൻ ഞാൻ. ആര് പറഞ്ഞാലും ഉള്ളതല്ലേ അത്. വല്ലപ്പോഴും ഒരു ബിയർ. ആ, ഓരോ ബിയർ ഇപ്പൊ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോഴോ? അത് ഇവിടെ മദ്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഗ്രാമവും നഗരമൊക്കെ ഒരുപോലെയാ. പുരോഗമിച്ചു. തനിക്ക് ബിയർ അടിച്ചാ പോരെ? ഇതിപ്പോ ശരിയായി തരാം. അഖിൽ മൊബൈലിൽ ഒരു നമ്പർ കോളിങ്ങിലിട്ടു. ഇഷമയ്യ, ദോ ബിയറിലേക്ക് ഇതറാവോ? അത്രയും പറഞ്ഞ മൊബൈൽ പോക്കറ്റിൽ വെച്ചു. ഉമ്മ വഴക്ക് പറയോ? അവൾ ആശങ്കപ്പെട്ടു. ഞാനങ്ങനെ സ്ഥിരം കുടിയണമെന്നല്ല. ചില പ്രത്യേക അവസരങ്ങൾ കഴിക്കാൻ ഉമ്മ അനുവാദം തന്നിട്ടുണ്ട്, അതും വീട്ടിൽ നിന്ന്. പക്ഷെ കുടിച്ചിട്ട് വണ്ടി എടുക്കാൻ വിടില്ല. ഫ്രണ്ട്സിന്റെ കൂടെയും വിടാറില്ല. ആദ്യമായിട്ടാ ഒരാളുടെ കൂടെ കുടിക്കുന്നത്. അത് താനായതുകൊണ്ട് മാത്രമാ. അപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ബൈക്ക് ഓടിക്കണ്ടേ? വേണ്ട, നമുക്ക് നടക്കാം, ഷോർട്ട് കട്ട് ഉണ്ട്. ഏയ് അത് ശരിയാവില്ല. അതെന്താ? ഏയ് ഒന്നുമില്ല. ആ പറയടൂ. എനിക്ക് ബിയർ അടിച്ചാൽ പെട്ടെന്ന് ബാത്റൂമിൽ പോകണം. അത് തനിക്ക് മാത്രമല്ല, ഒരു കുപ്പി ബിയർ അടിച്ചാൽ എല്ലാവർക്കും മുള്ളാൻ മുട്ടും. അതൊക്കെ ഒരു പ്രശ്നമാണോ? വിശാലമായ സ്ഥലമല്ലേ, ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അപ്പൊ താനില്ലേ? ഞാൻ കാണാത്തൊന്നല്ലല്ലോടി. പോടാ പട്ടി, എനിക്ക് ബിയർ വേണ്ട, ഒരു കോപ്പം വേണ്ട. അവൾ നീങ്ങിയിരുന്നു. ഹാ, ദേഷ്യപ്പെടലടാ സച്ചു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇതാണ് തമാശ? താനോ പറയുമ്പോൾ എനിക്ക് തൊടിയിരുന്ന പോലെ തോന്നുന്നു. എന്നാ ഇനി പറയുന്നില്ല. താൻ മൂഡ് ഓഫ് ആവല്ലേ പ്ലീസ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദിക്കാരൻ 2 കുപ്പി ബിയർ ഒരു പ്ലേറ്റിൽ കഷ്ണങ്ങളാക്കിയ പേരക്കയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. നേരത്തെ വരുമ്പോൾ അയാൾ ഫാമിന്റെ ഗേറ്റ് തുറന്നു ശരണ്യക്ക് ഓർമ്മ വന്നു. ആർക്കു ചാഹിയേ? നഹീ ഭയ്യ, താങ്ക്സ്. അയാൾ ശരണ്യെ നോക്കി പുഞ്ചിരിച്ചിട്ട് തിരിച്ചു കിടന്നു. എന്റെ സ്റ്റാഫാ കിഷൻ. ഇവിടെ കുറെ ഹിന്ദിക്കാരുണ്ടോ? 5 പേരുണ്ട്. നല്ല ആത്മാർത്ഥമുള്ള പണിക്കാരാ. തനിക്കിവിടെ കള്ളു കച്ചവടമുണ്ടോ? ഇത്രയും പെട്ടെന്ന് എങ്ങനെ കിട്ടി? വൈകിട്ട് ടൗണിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന എടുത്തോ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അവളിൽ എന്നർത്ഥത്തിൽ തലയാട്ടി. അഖിൽ ബോട്ടിലിന്റെ അടപ്പ് കടിച്ചു തുറന്നു അവൾക്ക് നൽകി. പിന്നെ തന്റെ ബോട്ടിലും തുറന്നു. അപ്പൊ ചിയേഴ്സ്. അവൻ പതിയെ ബോട്ടിലുകൾ തമ്മിൽ മുട്ടിച്ചു. നല്ല നിലാവ്, തണുത്ത കാറ്റ്, പൂക്കളുടെ സുഗന്ധം, ഇടയ്ക്ക് കുളത്തിൽ തുള്ളിക്കളിക്കുന്ന മീനുകൾ. വേറെ ഏതോ ലോകത്തിലെത്തിയ പ്രതീതിയായിരുന്നു ശരണ്യക്ക്. ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവർ കുപ്പി കാലിയാക്കി. പേരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഉണ്ടാവും. എവിടുത്തെയാ? ശരിക്കും താൻ എന്തൊരു ലക്കിയാണോ? ഇതുപോലെ ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ശുദ്ധവായു, നല്ല നാട്ടുകാര്, സ്നേഹമുള്ള ഉമ്മ. എന്നാ താനോട് കുടിക്കോ? ഓ, തനിക്ക് ദുബായിലേ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. തിരിച്ചു പോകണോ എന്ന ആലോചനയിലെ ഞാൻ മടുത്തു. പിന്നെ വീട്ടിലെ നിന്ന് അച്ഛനും അമ്മയും കൂടി ഏതെങ്കിലും മണ്ടനെ കൊണ്ട് കെട്ടിക്കും. അത് പേടിച്ചിട്ടാ. മണ്ടനെ കെട്ടണ്ട, താൻ ഒരാളെ സെലക്ട് ചെയ്ത് അവരോട് പറ. അങ്ങനെ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടി ആലോചിക്കാം. അഖിൽ ഫോണിൽ സമയം നോക്കി. വാടോ പോ, നേരെ വൈകി, എനിക്ക് രാവിലെ കുറച്ച് ജോലിയുണ്ട്. മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ശരണ്യ എഴുന്നേറ്റു. തനിക്ക് ബാത്റൂമിൽ പോണേ ഇവിടെ പൊക്കോ. വഴിയിൽ വെച്ച് മുട്ടിയെ ഞാൻ കാണുന്ന പേടി വേണ്ടല്ലോ. ഫാമിലെ ഓഫീസ് കെട്ടിടത്തിനരികിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ നടുറോട്ടിൽ കാര്യം സാധിച്ചോളാം. ആ ബിയർ തലക്ക് പിടിച്ചല്ലോ. ഇത്രയുള്ള കപ്പാസിറ്റി. എന്തായാലും വാ, നടക്കാം. അവൻ മൊബൈലിൽ ടോർച്ച് തെളിയിച്ച് നടന്നു. ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കിഷൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു. ഗുഡ് നൈറ്റ് കിഷൻ ഭയ്യ. അവൾ പറയുന്നേട്ട് കിഷൻ ഞെട്ടി. പിന്നെ വിളക്കി ചിരിച്ചു. ഗുഡ് നൈറ്റ് ദീദി. സച്ചു, നീ ഒന്ന് വന്നേ. തനിക്ക് കള്ളുന്ന് തെറ്റായി പോയോ? ഞാൻ ഫിറ്റൊന്നുമല്ല. നാവ് കഴിയുന്ന പിന്നെ യാത്രാക്ഷീണം കൊണ്ടായിരിക്കുമല്ലേ. വേഗം നടക്കുവെണ്ണേ. അവനവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ദൂരെ അമ്പലത്തിൽ നിന്നും മൈക്കിലൂടെ അനൗൺസ്മെന്റ് കേൾക്കാം. പിന്നെ വാദ്യമേളങ്ങളുടെ ശബ്ദവും. ശരിക്കും നാളെ മുതൽ കാര്യ പരിപാടികൾ. നാളെ രാത്രി ഗാനമേളൊക്കെ ഉണ്ട്. പിന്നെ വെടിക്കെട്ടും. നമുക്ക് നാളെ പോവാം. ദിവസവും കൂട്ടിക്കറങ്ങിയെടുക്കാൻ താൻ എൻ്റെ ഭാര്യയാണല്ലോ. നാളെ ഉമ്മയുണ്ടാവും. ഉമ്മയുടെ കൂടെ നടന്നു. ചൂട് ബ്രെഡും ഓംലെറ്റും ശർക്കരയിട്ട കാപ്പിയും വാങ്ങി തരും. എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മ ഇപ്പൊ പഠിപ്പിക്കാൻ പോവാത്ത എന്താ? റിട്ടയർ ആവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഫാമിലി കാര്യങ്ങളും എന്നെയും നോക്കി കഴിയുന്ന ഉമ്മാക്ക് ഇഷ്ടം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഉമ്മ ജീവിതം എനിക്ക് വേണ്ടി പാഴാക്കിയതാണെന്ന്. ഒരിക്കലും ഞാൻ ചോദിച്ചതാ ഉമ്മയോട്, എന്നെ ഏറ്റെടുക്കുന്നതിന് പകരം വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ 1-2 കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഹാപ്പിയായി ജീവിച്ചുകൂടായിരുന്നോ എന്ന്. അപ്പൊ ഉമ്മയെന്ത് പറഞ്ഞു? 2 ദിവസം എന്നോട് മിണ്ടിയില്ല. ഒരേ കരച്ചിലായിരുന്നു. താനൊരു ദുഷ്ടനാ. എന്തിനാ പാവത്തിനെ വേദനിപ്പിച്ച്? വലിയ ബുദ്ധിയുള്ള ആളല്ലേ താൻ. ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കിട്ടുമല്ലോ. 5 വർഷം ഒരുത്തന്നെ കൂടെ അറിയിച്ച ശേഷം ഉമ്മ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ തന്നെ കിട്ടി. അമ്മയാവാൻ പ്രസവിക്കണമെന്നൊന്നുമില്ല.
പ്രസവിച്ചവരൊക്കെ നല്ല അമ്മയാവണമെന്നില്ല. തൻ്റെ അമ്മ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ. അറിയാം സച്ചു, അതിനുശേഷം ഞാൻ ഉമ്മയെ വേദനിപ്പിച്ചിട്ടില്ല. താനൊരു ദിവസം ഉമ്മയും കുട്ടി എൻ്റെ വീട്ടിൽ വരണം. അച്ഛനോട് ഞാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അച്ഛന് വലിയ ആഗ്രഹം നിങ്ങളെ പരിചയപ്പെടാം. എനിക്കും ആഗ്രഹമുണ്ട് തന്നെ പ്രൊഡ്യൂസറെ കാണാൻ. ഏതൊക്കെയോ വഴികളിലൂടെ നടന്ന അവർ അഖിലിന്റെ വീട്ടിലെത്തി. അവൻ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഡോർ തുറന്നു. അകത്ത് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ ഇറങ്ങി. താൻ എൻ്റെ മുറി കിടന്നു. അപ്പൊ താനോ? പേടിയാണെങ്കിൽ ഞാനും കൂടെ കിടക്കാം. അയ്യോ, അത്ര വലിയ സഹായമൊന്നും വേണ്ട. എന്റെ കാര്യം വിട്, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. അവൻ ഷെൽഫിൽ നിന്നൊരു ബെഡ്ഷീറ്റ് എടുത്തു. വാതിലടച്ചേ. അവ ഗുഡ് നൈറ്റ്. അക്കു അവളുടെ വിളി കേട്ട് അഖിൽ ചോദ്യപാതിൽ തിരിഞ്ഞു നോക്കി. ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു. എന്താ? അവൻ അന്തം വിട്ടു. എനിക്ക് തന്നോട് എന്തോ ഒരു ഫീല്. അത് ബിയറിന്റെ കെട്ടിവിടുമ്പോൾ മാറിക്കോളും. ഐ ആം സീരിയസ്. അവളവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി. പരിചയപ്പെട്ടിട്ട് അധികം ദിവസം പോലും ആവാത്ത ഒരാളെ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യുന്ന എന്നെ കുറിച്ച് ചിലപ്പോൾ താൻ മോശമായിട്ട് ചിന്തിക്കുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. പക്ഷെ മനസ്സിലുള്ള വെട്ടി തുറന്നു പറഞ്ഞാൽ ശീലം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിൻ്റെ റീസണൊന്നും അറിയില്ല. ഇതിനു മുമ്പ് ശീലമില്ലാത്തതുകൊണ്ട് പ്രണയം ഇങ്ങനെ പ്രകടിപ്പിക്കണമെന്നും അറിയില്ല. എന്നാൽ എൻ്റെ മനസ്സ് പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അഖിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. തിരിച്ച് ഇഷ്ടപ്പെടാൻ മാത്രം ക്വാളിഫിക്കേഷനൊന്നും എനിക്കില്ല. തൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. ഗുഡ് നൈറ്റ്. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ റൂമിന്റെ വാതിൽ ചാരി. എന്നിട്ടും അഖിൽ അവിടെ തന്നെ ചലനം പറ്റ പോലെ നിൽക്കുകയായിരുന്നു ഏറെ നേരം. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.